സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ 5-ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം പഠിക്കുന്നത് പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷനെ കുറിച്ചാണ്. ഒരു സ്റ്റിഗ്മയിലെത്തുന്ന പോളൻ ഗ്രെയിൻസ് 2 തരത്തിലുണ്ട്. റൈറ്റ് ടൈപ്പ് പോളൻ അഥവാ കോമ്പറ്റബിൾ പോളനും റോങ് ടൈപ്പ് പോളൻ അഥവാ ഇൻകോമ്പറ്റബിൾ പോളൻ. ഒരു പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലെത്തുന്നത് അതേ സ്പീഷീസിൽപ്പെട്ട പ്ലാന്റിൻ്റെ പോളനാണെങ്കിൽ അതിനെ റൈറ്റ് ടൈപ്പ് പോളൻ അഥവാ കോമ്പറ്റബിൾ പോളൻ എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റേതെങ്കിലും സ്പീഷീസിൻ്റെ പോളനാണെങ്കിൽ അതിനെ റോങ് ടൈപ്പ് അഥവാ ഇൻകോമ്പറ്റബിൾ പോളൻ എന്ന് വിളിക്കുന്നു. ടൊബാക്കോ പോലുള്ള സസ്യങ്ങളിൽ സെയിം സ്പീഷീസിൻ്റെ പോളനാണെങ്കിൽ പോലും അത് സെൽഫ് ഇൻകോമ്പറ്റബിൾ ആയതുകൊണ്ട് അതിനെ റോങ് ടൈപ്പ് പോളൻ എന്നാണ് അറിയപ്പെടുക. ഒരു പിസ്റ്റലിന് റൈറ്റ് ടൈപ്പ് പോളനെയും റോങ് ടൈപ്പ് പോളനെയും റിക്കഗ്നൈസ് ചെയ്യുന്നതിനും റൈറ്റ് ടൈപ്പ് പോളനെ മാത്രം ജെർമിനേറ്റ് ചെയ്യിപ്പിച്ച് റോങ് ടൈപ്പ് പോളനെ റിജക്റ്റ് ചെയ്യുന്നതിനുമുള്ള കഴിവുണ്ട്. Stigma has the ability to recognize the right type pollen, that is pollen of same species, and wrong type pollen, that is either from other species or from the same species if it is self-incompatible. If it is a right type pollen or compatible pollen, the pistil accepts the pollen and promote its germination. If it is a wrong type pollen, the pistil rejects it by preventing pollen germination on the stigma or the pollen tube growth in the style. റോങ് ടൈപ്പ് പോളൻ ആണെങ്കിൽ അതിൻ്റെ ജെർമിനേഷൻ സ്റ്റിഗ്മയിൽ വെച്ച് തടയുകയോ അല്ലെങ്കിൽ പോളൻ ട്യൂബ് ആയതിനു ശേഷം അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റൈലിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യും. പോളൻ സ്റ്റിഗ്മയിൽ വെച്ച് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബായി മാറുമ്പോൾ അതിൽ 2 മെയിൽ ഗാമേറ്റുകൾ ഉണ്ടായിരിക്കും. പോളൻ ട്യൂബ് സ്റ്റൈലിനകത്ത് കൂടി വളർന്ന് ഓവറിയിലെ എംബ്രിയോ സാക്കിലേക്ക് പ്രവേശിക്കുന്നു. എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപൈലാർ പാർട്ടിൽ കാണുന്ന സൈനർജിഡിൽ ഫിലിഫോം അപ്പാരറ്റസ് എന്ന ഒരു റിസപ്റ്റീവ് പോർഷൻ ഉണ്ട്. ഫിലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിനെ എഗ്ഗിനടുത്തേക്ക് ഗൈഡ് ചെയ്യുന്നത്. ഫിലിഫോം അപ്പാരറ്റസ് ഇൻ ദ മൈക്രോപൈലാർ പാർട്ട് ഓഫ് സൈനർജിഡ് ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ദി എഗ്. ഒരു സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ എത്തുന്നത് മുതൽ അത് സ്റ്റൈലിലൂടെ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബായി എംബ്രിയോ സാക്കിൽ പ്രവേശിക്കുന്നതുവരെയുള്ള ഫുൾ ഈവൻറ്റിനെയാണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓൾ ദി ഈവൻറ്റ്സ് ഫ്രം പോളൻ ഡെപ്പോസിഷൻ ഓൺ ദി സ്റ്റിഗ്മ അണ്ടിൽ പോളൻ ട്യൂബ് എൻ്റർ ഇൻ ടു ദ എംബ്രിയോ സാക്ക് ആർ റെഫേർഡ് ആസ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ കുറിച്ചാണ്. ജനറ്റിക്കലി ഡിസിമിലറായ 2 പാരന്റ് പ്ലാന്റുകളെ ക്രോസ് ചെയ്യിപ്പിച്ച് 2 സസ്യങ്ങളുടെയും നല്ല ഗുണങ്ങളുള്ള ഒരു ഹൈബ്രിഡ് പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ക്രോസിംഗ് 2 ജനറ്റിക്കലി ഡിസിമിലർ പാരൻസ് ടു പ്രൊഡ്യൂസ് എ ഹൈബ്രിഡ് പ്ലാന്റ് ഹാവിംഗ് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പാരന്റ് ഈസ് കോൾഡ് ഹൈബ്രിഡൈസേഷൻ. വിൻഡ്, വാട്ടർ, ഇൻസെക്റ്റ് തുടങ്ങി പോളിനേറ്റിംഗ് ഏജന്റിന്റെ സഹായത്തോടെ നാച്ചുറലായി തന്നെ ഹൈബ്രിഡൈസേഷൻ നടക്കാറുണ്ട്. എന്നാൽ പോളിനേറ്റിംഗ് ഏജൻറ്റുകളെ മാറ്റി നിർത്തി മനുഷ്യൻ അവിടെ പോളിനേറ്റിംഗ് ഏജൻ്റായി നിൽക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് 5 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തേത് സെലക്ഷൻ ഓഫ് പാരൻസ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാരൻ്റ് പ്ലാന്റിൽ ഒന്നിനെ മെയിൽ പാരൻ്റായും മറ്റേതിനെ ഫീമെയിൽ പാരൻ്റായും പരിഗണിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത ഫീമെയിൽ പാരൻ്റ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളതാണെങ്കിൽ ആ ഫ്ലവർ ബഡിൽ നിന്നും ആന്തർ ഡെഹിസൻസ് നടക്കുന്നതിന് മുൻപേ തന്നെ ഒരു ഫോഴ്സെപ്സിൻ്റെ സഹായത്തോടെ നീക്കം ചെയ്യണം. സെൽഫ് പോളിനേഷനെ തടയുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ആന്തറുകളെ നീക്കം ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇഫ് ദ ഫീമെയിൽ പാരന്റ് ബിയേഴ്സ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തർ ഡെഹൈസസ് ഈസ് നെസസറി ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. നമ്മൾ സെലക്ട് ചെയ്ത ഫീമെയിൽ പാരന്റ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ളതാണെങ്കിൽ അവിടെ പിസ്റ്റൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇമാസ്കുലേഷൻ എന്ന 2ാമത്തെ സ്റ്റെപ്പിൻ്റെ ആവശ്യം ഇല്ല. 3ാമത്തെ സ്റ്റെപ്പ് ഇമാസ്കുലേഷൻ നടത്തിയ ഫ്ലവറിനെ ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് കവർ ചെയ്യണം. നമുക്ക് ആവശ്യമില്ലാത്ത പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പതിക്കാതിരിക്കാനാണ് ഇപ്രകാരം ഫ്ലവറിനെ കവർ ചെയ്യുന്നത്. ഇതിനെ ബാഗിംഗ് എന്നറിയപ്പെടുന്നു. ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ഹാവ് ടു ബി കവേർഡ് വിത്ത് എ ബാഗ് to prevent contamination of its stigma with unwanted pollen. It is called bagging. 4ാമത്തെ സ്റ്റെപ്പ് മെയിൽ പാരന്റിന്റെ ആന്തറിൽ നിന്നും ഒരു ബ്രഷ് ഉപയോഗിച്ച് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യണം.
അതിനുശേഷം ഫീമെയിൽ പാരന്റിന്റെ ഫ്ലവറിൽ നിന്നും ബാഗ് മാറ്റിയ ശേഷം പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിൽ നിക്ഷേപിക്കണം. പോളൻ ഗ്രെയിൻസ് കളക്റ്റഡ് ഫ്രം ആന്തേഴ്സ് ഓഫ് ദ മെയിൽ പാരന്റ് ആർ ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ. ഇറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കഴിഞ്ഞ ശേഷം ഫീമെയിൽ പാരന്റിന്റെ ഫ്ലവറിൽ നമ്മൾ വീണ്ടും ബാഗ് അതേപടി വെക്കണം. ഇതിനെ റീബാഗിംഗ് എന്നാണ് അറിയപ്പെടുക. ഫ്ലവേഴ്സ് ആർ റീബാഗ്ഡ്. ഇനി നമുക്ക് ഫീമെയിൽ പാരന്റിൽ നിന്നും സീഡ് കളക്ട് ചെയ്താൽ ഹൈബ്രിഡ് പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. സീഡ്സ് കളക്റ്റഡ് ഫ്രം ദ ഫീമെയിൽ പാരന്റ് ഈസ് യൂസ്ഡ് ടു റൈസ് ദ ഹൈബ്രിഡ് പ്ലാന്റ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആൻജിയോസ്പേംസിന്റെ മാത്രം സവിശേഷതയായ ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ യുണീക് ഫിനോമിനൻ ഒക്കർ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലേക്ക് 2 മെയിൽ ഗാമേറ്റുകളെ റിലീസ് ചെയ്യുന്നു. ദ പോളൻ ട്യൂബ് റിലീസസ് 2 മെയിൽ ഗാമേറ്റ്സ് ഇൻ ടു ദി എംബ്രിയോ സാക്ക്. മൈക്രോപൈലാർ റീജിയനിലെ സൈനർജിഡിലൂടെയാണ് പോളൻ ട്യൂബ് എഗ്ഗിന് സമീപത്തേക്ക് വരുന്നത്. ഇതിൽ ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ ഫ്യൂഷനെ സിംഗമി എന്നറിയപ്പെടുന്നു. വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ്സ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ദിസ് ഫ്യൂഷൻ ഈസ് കോൾഡ് സിംഗമി. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് സെൻട്രൽ സെല്ലിൽ കാണപ്പെടുന്ന 2 പോളാർ ന്യൂക്ലിയസുമായി ഫ്യൂസ് ചെയ്യുന്നു. മെയിൽ ഗാമേറ്റിന്റെ ന്യൂക്ലിയസും 2 പോളാർ ന്യൂക്ലിയസും ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് ഈ ഫ്യൂഷനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്യൂഷനിലൂടെ ഒരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ദ സെക്കൻഡ് മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ 2 പോളാർ ന്യൂക്ലിയെ ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ സെൽ form a triploid primary endosperm nucleus or PEN. This fusion is called triple fusion. Triple fusion ശേഷം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇരിക്കുന്ന സെൻട്രൽ സെൽ പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രൈമറി എൻഡോസ്പേം സെൽ അഥവാ PEC ആണ് പിന്നീട് എൻഡോസ്പേം എന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയി മാറുന്നത്. അതേസമയം സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോ ആയി മാറുന്നു. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 ഫ്യൂഷനുകളാണുള്ളത്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഗാമേറ്റ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്താൽ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ ഫ്യൂഷനാണ് സിംഗമി. ഹാപ്ലോയിഡായ മെയിൽ ഗാമേറ്റ് 2 ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയുമായി ഫ്യൂസ് ചെയ്യുമ്പോൾ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കിട്ടുന്നു. ഈ ഫ്യൂഷനാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ആൻറ്റിപോഡൽസും സൈനർജിഡും ഡീജനറേറ്റ് ചെയ്തു പോകുന്നു. ഈ ചിത്രത്തിൽ ഫെർട്ടിലൈസേഷന് മുമ്പുള്ള എംബ്രിയോസാക്കും ഫെർട്ടിലൈസേഷന് ശേഷമുള്ള എംബ്രിയോസാക്കും കാണാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഹാപ്ലോയിഡ് എഗ് ബിക്കം ഡിപ്ലോയിഡ് സൈഗോട്ട്. 2 ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയെ ബിക്കം ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. Central cell become primary endosperm cell. Antipodals and synergids degenerated. ഒരു ഫ്ലവറിൽ കാണപ്പെടുന്ന പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഏതൊക്കെയാണ്? ഡിപ്ലോയിഡ് സൈഗോട്ട് ബിക്കം ഡിപ്ലോയിഡ് എംബ്രിയോ. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ചേഞ്ച്ഡ് ഇൻറ്റു ട്രിപ്ലോയിഡ് എൻഡോസ്പേം. ഓവ്യൂൾ ഡെവലപ്പ് ഇൻറ്റു സീഡ്. ഓവറി ബിക്കം ഫ്രൂട്ട്. അടുത്തത് എൻഡോസ്പേം ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. എൻഡോസ്പേം ഈസ് എ ട്രിപ്ലോയിഡ് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോർ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. വളർന്നു വരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായ ആഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിപ്ലോയിഡ് ടിഷ്യൂ ആണ് എൻഡോസ്പേം. എൻഡോസ്പേം ഈസ് ഫോംഡ് ഫ്രം പ്രൈമറി എൻഡോസ്പേം സെൽ അഥവാ PEC. ഈ PECയുടെ അകത്ത് ഒരു ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ആദ്യം പെൻ റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. അതായത് കാരിയോകൈനസിസ് മാത്രം നടക്കുന്നു, ന്യൂക്ലിയർ ഡിവിഷൻ മാത്രം നടക്കുന്നു, സൈറ്റോകൈനസിസ് നടക്കത്തില്ല. അങ്ങനെ പ്രൈമറി എൻഡോസ്പേം സെല്ലിനകത്ത് ഒരുപാട് ട്രിപ്ലോയിഡ് ന്യൂക്ലിയസുകളായി മാറുന്നു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അണ്ടർഗോ സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻസ് ടു ഫോം സെവറൽ ഫ്രീ ന്യൂക്ലിയേ. ദിസ് സ്റ്റേജ് ഓഫ് എൻഡോസ്പേം ഈസ് കോൾഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതായത് ന്യൂക്ലിയസുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയർ ഡിവിഷൻ പൂർത്തിയായ ശേഷം വെളിയിൽ നിന്ന് അകത്തേക്ക് സെൽ വാൾ ഫോർമേഷൻ ആരംഭിക്കുന്നു.
Subsequently, cell wall formation occurs from periphery towards center. അവസാനം എൻഡോസ്പേം പൂർണ്ണമായും സെല്ലുലാറായി മാറുന്നു. നമ്മളൊരു ടെൻഡർ കോക്കനട്ട് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണപ്പെടുന്ന കരിക്കിൻ വെള്ളം ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ് അറിയപ്പെടുക. ലിക്വിഡ് എൻഡോസ്പേം ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജിലായിരിക്കും. ഇതിനകത്ത് സോളിഡ് സ്റ്റേജിലിരിക്കുന്ന വൈറ്റ് കേണൽ സെല്ലുലാർ സ്റ്റേജിലുള്ള എൻഡോസ്പേമാണ്. അതായത് സോളിഡ് എൻഡോസ്പേം ഇൻ ദ ഫോം ഓഫ് സെല്ലുലാർ സ്റ്റേജ്. ആദ്യം ചിരട്ടയിൽ ചേർന്ന് ഒരു ലെയറായിട്ടായിരിക്കും ഈ കേണൽ ഡെവലപ്പ് ചെയ്യുക. കരിക്ക് പാകമായി തേങ്ങയാകുന്നതോടൊപ്പം ഇതിൻ്റെ കട്ടിയും കൂടി വരുന്നു. അതായത് സെല്ലുലാർ ലെയറിൻ്റെ എണ്ണം കൂടുന്നു. ചില സീഡുകളിൽ എൻഡോസ്പേം എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിനായി പൂർണ്ണമായും ഉപയോഗിച്ച് തീർക്കുന്നു. അവിടെ എൻഡോസ്പേം അവശേഷിക്കത്തില്ല. ഇത്തരം സീഡുകളെ നോൺ ആൽബുമിനസ് സീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ നോൺ ആൽബുമിനസ് സീഡ് ദർ ഈസ് നോ റെസിഡ്യുവൽ എൻഡോസ്പേം as it is completely consumed during embryo development. Example, pea and groundnut. അതേസമയം മറ്റ് ചില സീഡുകളിൽ എൻഡോസ്പേം പൂർണ്ണമായും എംബ്രിയോ ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നില്ല. സീഡ് മെച്ചുർ ആയാൽ പോലും എൻഡോസ്പേമിന്റെ ഒരു ഭാഗം അവിടെ അവശേഷിക്കുന്നു. ഇത്തരം സീഡുകളെയാണ് ആൽബുമിനസ് സീഡുകൾ എന്ന് വിളിക്കുക. ആൽബുമിനസ് സീഡ് റിറ്റെയിൻ എ പാർട്ട് ഓഫ് എൻഡോസ്പേം ആസ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഡ്യൂറിംഗ് എംബ്രിയോ ഡെവലപ്മെന്റ്. എക്സാമ്പിൾ, വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ ആൻഡ് സൺഫ്ലവർ. ബീൻസ് നോൺ ആൽബുമിനസ് സീഡിനും കോക്കനട്ട് ആൽബുമിനസ് സീഡിനും ഉദാഹരണങ്ങളാണ്.